ഉസ്താദായി കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഞാനിങ്ങനെ ഈ ബ്ലോഗിങ്ങിലേക്ക് വന്നപ്പോൾ എന്റെ വീഡിയോന്റെ കമന്റിലൊക്കെ കുറെ ആളുകൾ പറയാറുണ്ട് ഇങ്ങനെ. അതായത് പഴയ കാലത്ത് നമ്മള് മുമ്പൊക്കെ ഒരു ഉസ്താദായി എന്ന് പറഞ്ഞാൽ വെറും പള്ളിയിൽ മാത്രമായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങളിങ്ങനെ ലോകരാജ്യങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു, ഇതൊക്കെ കാണുമ്പോൾ ഉസ്താദായി കഴിഞ്ഞാൽ ബിസിനസ്സും ബ്ലോഗറും യൂട്യൂബറും ഇതൊക്കെ ആവാന്നുള്ളത് മനസ്സിലായി. അതായത് ഈ ഞാൻ പള്ളി ദർസിൽ ഓതി കൊടുക്കലേ പാടുള്ളൂ, വേറെ ഒന്നും ചെയ്യരുത് എന്നുള്ള ധാരണ നമ്മുടെ ചിലരിലുണ്ട്. അങ്ങനെ കമ്മിറ്റിക്കാരും നാട്ടുകാരും മനസ്സിലാക്കിയിട്ട് ഒരു ഉസ്താദ് കാർ ഓടിച്ചു പോകും, എന്താ ഉസ്താദ് കാർ ഓടിച്ചു പോകുന്നത്, ഉസ്താദ് മരത്തിമ്മ കയറിയ, ഉസ്താദ് എന്താ മരത്തിമ്മ കയറുന്നത്, അതൊന്നും ഉസ്താദ് എന്ന് പറഞ്ഞാൽ മലക്കാണ് എന്നൊക്കെ മനസ്സിലാക്കിയ കുറേ ധാരണകൾ. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് ഒരു ഉസ്താദ് എല്ലാ വിഷയത്തിലും 1-ാം നമ്പർ ആയിരിക്കണം. അയാളായിരിക്കണം ഏറ്റവും നല്ല ടീച്ചർ, അയാളായിരിക്കും. എന്നാൽ നല്ല വൈദ്യനായിരിക്കണം. എന്നാലോ നാട്ടിൽ ഏത് വിഷയത്തിലും അഭിപ്രായം ചോദിക്കാൻ അയാളായിരിക്കും. അയാൾ നല്ല ബ്ലോഗറായി മാറണം. അയാൾ നല്ലൊരു ബിസിനസ്സുകാരനായിട്ട് മാറണം. പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ന് ഇസ്ലാം പ്രചരിക്കുന്ന പ്രധാന ഘടകമാണ് ഹദറമി സാദാത്തുക്കൾ. ഈ ഹദറമി സാദാത്തുക്കളൊക്കെയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലെത്തി ബിസിനസ് ആവശ്യാർത്ഥമാണ്. ഗസാലി ഇമാം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു മനുഷ്യൻ്റെ തനി സ്വഭാവം അറിയണമെങ്കിൽ ഒന്ന് സാമ്പത്തിക ഇടപാട് നടത്തണം, മറ്റൊന്ന് യാത്ര ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ബിസിനസ്സുകളിൽ അവരെ സത്യസന്ധത പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വന്നത്. അല്ലാതെ ആരും ഇങ്ങോട്ട് വരിയെന്ന് പറഞ്ഞിട്ട് ഒരാളെയും കൊണ്ടുവന്നിട്ടില്ല. നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന പരിപാടി 1000 കോടി രൂപ ചെലവഴിച്ച് വലിയൊരു സ്ഥാപനം ഉണ്ടാക്കിയാൽ ഇത്രമാത്രം ആളുകളിലേക്കൊരു സന്ദേശം എത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു ബ്ലോഗറാകുക എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ കുറഞ്ഞ ചെലവിൽ കുറേ ആളുകളിലേക്ക് സന്ദേശം എത്തിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും എന്നെ സന്തോഷിപ്പിച്ച രംഗങ്ങൾ ഈ പെർഫ്യൂം ബിസിനസ്സിൽ ദിനം പ്രതികൾ ഓസ്ട്രേലിയയിലും അതുപോലെ തന്നെ മറ്റ് ഫലസ്തീനിലൊക്കെ ആളുകൾക്ക് നോമ്പ് തുറപ്പിക്കാനും ഭക്ഷണങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ളത് എത്ര വലിയ സ്തുത്യർഹമായ കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ എല്ലാം ഒരു ഉസ്താദ് തന്നെ ആയിരിക്കണം. ഉസ്താദ് നാട്ടുകാരെ ആശ്രയിക്കരുത്, നാട്ടുകാർ മുഴുവൻ എല്ലാ വിഷയത്തിലും ഉസ്താദിനെ ആശ്രയിക്കണം.